ഓണക്കാലത്തായിരുന്നെങ്കിൽ പൂക്കളത്തിൻ്റെ നടുക്ക് കൊത്തി നിർത്താൻ സൂപ്പറായനെ ഈ വെള്ളരിപ്പൂവ്. പക്ഷേ ഇതെന്താ പ്രശ്നം? ഇതൊക്കെ കായില്ലാത്ത പൂക്കളാ. കണ്ടില്ലേ, പൂവിൻ്റെ കടക്കിൽ തണ്ടേ ഉള്ളൂ. തണ്ടുണ്ടായാൽ പോരാ, നമുക്ക് അവിടെ ഒരു കുഞ്ഞ് വെള്ളരിക്ക ഉണ്ടാവണം, എന്നാലാണ് കായുള്ള പൂവാവുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഈ വെള്ളരി പൂടാൻ തുടങ്ങിയിട്ട്. പക്ഷേ എല്ലാം നല്ല ഭംഗിയുള്ള പൂക്കളാണ്. മുമ്പുണ്ടായിരുന്ന വേറൊരു ചെടിയല്ല, ഒരു 5-6 ചെടി ഉണ്ടായിരുന്നു. അതിലൊക്കെ വളരെ കുഞ്ഞു പൂക്കളുണ്ടായിരുന്നു. പക്ഷേ ഇതിനെന്താ അറിയില്ല, നല്ല വലിയ പൂക്കളാണ്. അതിന് കുഞ്ഞു വെള്ളരിക്കൊക്കെ ഉണ്ടായിരുന്നു തണ്ടിൽ, പക്ഷേ അതെല്ലാം കൊഴിഞ്ഞു പോയി. ഇതിന് പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ കൂമ്പ് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ പാർശ്വശിഖരങ്ങളിൽ കായുള്ള പൂക്കളുണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൂമ്പ് നുള്ളി കൊടുത്തിരുന്നു. കുറേ നല്ല ശക്തിയുള്ള പാർശ്വശിഖരങ്ങളുണ്ടായി. അതിലൊക്കെ ധാരാളം പൂക്കളും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എല്ലാം ഇതുപോലത്തെ കായില്ലാത്ത പൂക്കളെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ പ്രതീക്ഷ കൈവിടുന്നില്ല, ഉണ്ടാവുമായിരിക്കും. ഇതിപ്പോൾ ആകെപ്പാടെ ഒരു 12 ഇഞ്ച് ചെടിച്ചട്ടിയിൽ നട്ട ചെടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ശിഖരം മാത്രമായി കാണുന്നത്, അതായത് പയറിൻ്റെ അടുത്തേക്ക് പടർന്നത്. അപ്പുറത്തേക്ക് 2-3 നല്ല പാർശ്വശിഖരങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കായുള്ള പൂക്കളുണ്ടാവുന്നു, ഒരു വെള്ളരിക്കെങ്കിലും ഉണ്ടാവുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു.